ഇജ സാറേ, ഞാൻ ഈ പപ്പട എങ്ങനെ ക്രാക്ക് ചെയ്യാം? പബ്ബാഡൊക്കെ നിനക്ക് പപ്പടം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ക്രാക്ക് ചെയ്യിപ്പിച്ചു. ഹലോ ഓൾ, വെൽക്കം ടു ഡീകോഡ് പബ്ബാഡ് പവർഡ് ബൈ ഐലേൺ ഐഎസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എൻ ഓപ്ഷണൽ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. യു പി എസ് സി ഇത്രയും ഓപ്ഷണൽസ് ചൂസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? സി, ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യു പി എസ് സി പ്രിപ്പറേഷനിൽ നിങ്ങൾ അറിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ യു പി എസ് സി പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഓപ്ഷണൽ സെലക്ഷൻ. കാരണം നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്ക്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നത്, സർവീസ് കിട്ടുന്നത്, ഇതൊക്കെ യു പി എസ് സിയിൽ ഓപ്ഷണലിൽ വളരെ വലിയൊരു റോളുണ്ട്. കാരണം പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി ചേർന്ന് 500 മാർക്സ് ആണ് ആക്ച്വലി ഓപ്ഷണൽ പേപ്പറിനുള്ളത്. അപ്പോൾ ഈ ഓപ്ഷണൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം, വി ഹാവ് ടു സ്റ്റഡി ഇൻ എസ് എ, ജി എസ് പേപ്പർ 1, 2, 3, 4 ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിന് പുറമെയാണ് ഓപ്ഷണൽസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും വളരെ ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് എ കൺസിഡറബിൾ പോർഷൻ ഓഫ് യുവർ യു പി എസ് സി പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ നമുക്ക് വേണ്ടത് വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു സിലബസ്. അപ്പോൾ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള സിലബസ് ഉള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം. അതുപോലെ തന്നെ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി വളരെ മിനിമൽ റിസോഴ്സസിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓപ്ഷണൽ പരീക്ഷ, ഞാൻ യു പി എസ് സി മെയിൻസ് ചെയ്ത് ഇന്റർവ്യൂ പോയ ആളാണ്, എനിക്കറിയാം. നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം എന്ന് പറയുമ്പോൾ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. ഇതിൽ എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് റിവൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് വളരെ സ്ട്രക്ചേർഡ് ആൻഡ് ക്രിസ്പ് നോട്ട്സ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, ക്രിസ്പ് ആയിട്ടുള്ള, റിവൈസ് ചെയ്യാൻ പറ്റുന്ന, എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോട്ട് മേക്കിംഗ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ദാറ്റ് ഇൻ ദ എക്സാമിനേഷൻ ബിക്കംസ് വെരി ഈസി. ഇനി അടുത്തതായി, ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ യു ക്യാൻ ബി ഫ്രം എനി ബാക്ക്ഗ്രൗണ്ട്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാണ്, ഒരു സ്ഥാപനം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ ഡീലർഷിപ്പ് ഷോറൂം, അവിടെ ആ ഒരു കാർ സെല് ചെയ്യാനുള്ള സെയിൽസ്മാൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇത് സൂപ്പർവൈസ് ചെയ്യുന്ന മാനേജർ ഉണ്ട്. ആ ഡീലർഷിപ്പിൽ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കാറിന്റെ സർവീസസ് നോക്കാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മൾക്ക് ചില ബേസിക്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യമാണ്. ഇത് ആർക്കും പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇങ്ങനെ പോസ്റ്റുകൾ വേണം, ഇവർ ഈ നടപടിക്രമങ്ങൾ ഫുൾഫിൽ ചെയ്യണം, ഇയാളോട് റിപ്പോർട്ട് ചെയ്യണം, ഇന്ന സാധനങ്ങൾ എഴുതി വെക്കണം, അക്കൗണ്ട് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യണം. ഈ സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആൾക്കും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തതായി നമ്മളൊരു ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നു. നമുക്ക് ആ ഓപ്ഷണൽ ശരിക്കും എക്സാമിനേഷന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇതിന്റെ പ്രസന്റേഷൻ പാർട്ടിലാണ് ശരിക്കും ഡീകോഡ് പബ്ബാഡിന്റെ ഒക്കെ റോൾ വരുന്നത്. ഞാൻ മെയിൻസ് ചെയ്തിട്ടുണ്ട്, അപ്പം എനിക്ക് മെയിൻസിന്റെ നോട്ട്സ് എൻ്റെ കയ്യിൽ കൃത്യമായുണ്ട്. അതുപോലെ ഞാൻ റിസർച്ച് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എക്സാമിനേഷൻ പ്രോസസ്സും കുറച്ചും കൂടി എഴുതാനൊക്കെ ഈസിയാവും. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യമേ പഠിച്ചു വെക്കാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, സ്ട്രക്ചറിങ്, ഈ മൂന്നും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സാമിനേഷൻ പ്രോസസ്സ് തന്നെ, എഴുത്ത് തന്നെ വളരെയധികം ഈസിയാവും. അതാണ് ഈ ഒരു ഓപ്ഷനിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ വളരെ കൺസൈസ് ആയിട്ടുള്ള, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ഉള്ള, ഒരുപാട് ഗ്രൗണ്ട് ലെവൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളൊരു ഓപ്ഷനിലാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ യുണീക്ക് ആക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിൽ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ജി എസ് പേപ്പേഴ്സിൽ വളരെ വലിയ അഡ്വാൻറ്റേജ് കിട്ടും. എസ്പെഷ്യലി ജി എസ് പേപ്പർ 2ൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസ് അത്യാവശ്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടാണ്. ജനറൽ സ്റ്റഡീസിനെ എടുക്കുകയാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സിൽ തന്നെ ഏറ്റവും ലോ സ്കോറിംഗ് പേപ്പറിൽ ഒരെണ്ണമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. കാരണം അതിൽ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവർണൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവർണൻസിന്റെ വളരെ മേജർ ആയിട്ടുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പേപ്പർ 2ൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനാലിസം ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജി എസ് പേപ്പർ 2ൽ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജി എസ് പേപ്പർ 4 എത്തിക്സ്. അപ്പോൾ എത്തിക്സിൽ ശരിക്കും എത്തിക്സിന്റെ സിലബസ് പോയിന്റിൽ തന്നെ ഒരെണ്ണമുണ്ട്, എത്തിക്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ്, അങ്ങനെയൊക്കെ.
അപ്പോൾ അതും GS പേപ്പർ 4 നിങ്ങൾക്ക് ഇതുകൊണ്ട് എളുപ്പമാവും. പിന്നെ വരുന്നത് ഇതിൽ പഠിക്കുന്ന കുറേ കൺസെപ്റ്റ്സ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ essay പേപ്പർ. essay പേപ്പറിൽ ഈ അഡ്മിനിസ്ട്രേഷൻ അനാലിസിസ് നിങ്ങൾക്ക് എക്സാമ്പിൾസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, റിക്കോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു ഓപ്ഷനിൽ എടുത്താലും, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഏത് ഓപ്ഷനിൽ എടുത്താലും കൃത്യമായി ആൻസർ റൈറ്റിംഗ് ചെയ്യാതെ നമ്മൾ മനസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് കുറേ സാധനങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ശരിക്കുള്ള പരീക്ഷയിൽ ഒന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ UPSC മെയിൻസ് എഴുതി ശീലിക്കണം. അപ്പോൾ എഴുത്തിൽ ഒരുപാട് സഹായം ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഉള്ളിൽ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ കട്ട് അനാലിസിസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക വഴി നമുക്ക് പല ക്വസ്റ്റ്യൻസിലും എന്താണ് UPSC നമ്മളിൽ നിന്ന് ഉദ്ദേശിച്ചത്, ഈ ചോദ്യത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എന്തുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷണൽ എന്ന് പറയാൻ എനിക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് തോന്നിയ പോയിന്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി പേഴ്സണലി സ്പീക്കിംഗ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ അതിലുള്ള ഒരുപാട് കൺസെപ്റ്റ്സ്, തിയറീസ് ആൻഡ് പ്രാക്ടീസ് ഞാൻ എൻ്റെ റിയൽ ലൈഫിലും പല കാര്യങ്ങളും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറയാറില്ല, അതിൽ പറയുന്ന ഒരുപാട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസ് എൻ്റെ പേഴ്സണൽ ലൈഫിലും അതല്ലാതെ ഞാൻ ഇൻറ്ററാക്ട് ചെയ്യുന്ന പല ഫീൽഡിലും ഞാനത് റിയലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രാക്ടിക്കൽ സയൻസും കൂടിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പം നിങ്ങൾ ഈ ഫാക്ടേഴ്സൊക്കെ അനലൈസ് ചെയ്യുക, എന്നിട്ട് നല്ലൊരു ഡിസിഷൻ നിങ്ങളുടെ UPSC പ്രിപ്പറേഷനിൽ എടുക്കുക. താങ്ക് യു.